ഹലോ മച്ചാന്മാരെ, ഇത് പോർക്കിൻ്റെ ലിവറാണ്. ഇതൊരു പ്രത്യേക രീതിയിൽ നമുക്കിതിനൊന്ന് വരട്ടിയെടുക്കാം. ഞാൻ അരക്കിലോടെ വാങ്ങിച്ചത്. അപ്പോൾ അത് നല്ല ബ്ലഡുണ്ട്. നല്ല ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞ്, അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചതച്ചെടുക്കണ്ട, ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. അതിൻ്റെ കൂടെ ഇട്ട് വശക്കെടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ പാകത്തിനിടണം. ഒരു പകുതി ഇട്ടാൽ മതി. നോക്കിയിട്ട് രണ്ടാമത് അത് വശക്കാൻ നേരത്ത് ഇടും, അതുകൊണ്ട് പകുതി ഇട്ടാൽ മതി. ഇപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതിട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ചതച്ച മസാല ഉണ്ട്, അതും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ രണ്ടാമത് വരട്ടാൻ നേരത്ത് പിന്നെ ഇടും, അതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇതിട്ടതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം, എല്ലാത്തിലും നല്ല ചേർന്ന് വരണം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ശകലം വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണ എടുത്തത് സൺഫ്ലവർ അല്ല, വെളിച്ചെണ്ണ എടുത്തത്. കാരണം നല്ല ടേസ്റ്റ് കിട്ടും. 1 ടീസ്പൂൺ കടുകിട്ട് അതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം, അതും കൂടെ ഇട്ട് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് ഇത് കഴിക്കാൻ നേരത്തെ. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുക്കണം. നല്ല ഒന്ന് വശക്കി ഇതിൻ്റെ കളർ മാറി വരണം. ഈ വൈറ്റ് കളർ മാറി ഒരു യെല്ലോ കളറാണ്. അപ്പോൾ ആ രീതി ആവുന്നത് വരെ ഒന്ന് വശക്കി എടുക്കണം. തീ കുറച്ചിട്ട് കാരണം ഇല്ലെങ്കിൽ അടി പിടിക്കും. തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുത്തതിന് ശേഷം നമ്മളിതിൽ രണ്ടാമതാണ് ഈ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇടുന്നത്. അപ്പോൾ ആദ്യം നമുക്കിടാനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിട്ടൊന്ന് വശക്കി എടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് എല്ലാം വശങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിത് ബാക്കി ഇടുന്നത്. അപ്പോൾ ആദ്യം ഇടാനുള്ളത് ഈ ഇത്ര ഐറ്റം. അല്ലാതെ ഉള്ളി ഇതൊക്കെ എടുത്ത് നമ്മൾ ആദ്യമായിട്ട് വശക്കി കളയുന്നു. മിക്ക ഇറച്ചിയിലും ഉള്ളി വശക്കിയിട്ടാണ് ബാക്കിയുള്ള ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്തിരി വെറൈറ്റി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വെറൈറ്റി ഒരു സാധനം ഇടുന്നുണ്ട്, കോവയ്ക്ക് ഇടുന്നു. ഞാൻ ഒരു 3 വലിയ പീസ് കോവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഇട്ട് വശക്കി എടുക്കാം. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് വശക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സവാള, മുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുക്കണം. ഇങ്ങനെ ഇതാണ് 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കളർ മാറി, അതായത് പച്ചക്കളർ മാറി ബ്രൗൺ കളർ വരും. അപ്പോൾ കാരണം തീ കുറച്ചിട്ടിടണം, തീ കൂട്ടിയിട്ടില്ല, എനിക്ക് അരി പിടിച്ചു. തീ കുറച്ചിട്ട് നമ്മൾ നന്നായിട്ട് വശക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതൊക്കെ നമുക്ക് ഇതിൽ ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ട് ആദ്യം വെച്ചേക്കണം. ഏകദേശം ഒന്ന് വശങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സവാള എടുത്ത് വെച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് വശക്കി എടുക്കണം. നന്നായിട്ടൊന്ന് നല്ല വരണ്ട് വന്നുകൊണ്ട് നല്ല രീതിയിലൊന്ന് വശക്കി എടുക്കണം. എണ്ണ നമുക്ക് പോരെങ്കിൽ എണ്ണ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യമേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കിടന്ന് വശക്കി എടുത്തതിന് ശേഷം, കാരണം ലിവറിലും ശകലം കൊഴുപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ല രീതിയിൽ കൊഴുപ്പ് ഇറങ്ങും. ഒന്ന് വശക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കിണ്ടി കൊടുക്കണം, കാരണം അടി പിടിച്ച് കൊടുക്കാൻ നോക്കണം. കാരണം പെട്ടെന്ന് അടി പിടിക്കും. കാരണം എണ്ണയും വെള്ളവും നമ്മളൊന്ന് വെള്ളം ചേർക്കുന്നില്ല, എണ്ണ ചേർക്കുന്നുണ്ട്, വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. എണ്ണ നമ്മൾ ആവശ്യത്തിന് പിന്നെ ഒഴിച്ച് കൊടുക്കാം. മെയിനായിട്ട് നിങ്ങൾ അടി പിടിക്കാൻ നോക്കണം, മെയിൻ സംഭവം അതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ ഉപ്പ് നമ്മൾ ചേർത്തിനുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത്, ഇറച്ചിയിലല്ല നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ മസാല പിന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. നന്നായിട്ടൊന്ന് വശക്കി എടുക്കണം. നല്ല രീതിയിൽ വശങ്ങി വന്നാൽ നമുക്ക് ഇറച്ചി ഇതിലിടുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇപ്പോഴേ നല്ല മണം വരുന്നുണ്ട്. നല്ല രീതിയിൽ വശക്കി കൊടുത്തോണ്ടിരിക്കണം, കാരണം ഇത് പെട്ടെന്ന് അടി പിടിച്ചു. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് വശക്കി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ മാറി വന്ന് ഈ കളർ ആവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് തന്നെ വരട്ടിയെടുക്കണം. ഈ കളറായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ലിവർ കഴുകിയെടുത്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്ലഡ് ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അത് തട്ടി ഇതെല്ലാം മസാല അതിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ഇന്ന് ഞാൻ 6 വെള്ളത്തിൽ കഴുകിയായിരുന്നു, കാരണം ഇത് നല്ല ബ്ലഡ് ഉണ്ടായിരുന്നു. കഴിവ ബ്ലഡ് വന്നുകൊണ്ട് ഇന്ന് കുറേ കഴുകിയായിരുന്നു. ഇതിൽ നിങ്ങൾ നന്നായിട്ട് കഴുകണം, ഇല്ലെങ്കിൽ ആ ബ്ലഡിൻ്റെ മണം ഇതിൽ വരും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകണം. മെയിനായിട്ട് കുറേ നേരം വെള്ളത്തിൽ വെച്ചിരുന്നാൽ അത്രയും നല്ലത്, കാരണം ബ്ലഡ് നന്നായിട്ട് പോകും. നല്ല ഇത് കളർ മാറി ഒരു കറുത്ത കളറാവും. അപ്പോഴാണ് നമ്മളെ സാധനം റെഡിയായിട്ട് വന്നത്. നന്നായിട്ടൊന്ന് വശക്കി കൊടുത്ത് സംഭവം എന്താ ഇവിടെ ഈ കളറായി വന്നിട്ടുണ്ട്. ഈ കളറാവുന്നവരെ നമ്മളായി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അടി പിടിക്കാതെ ഒന്ന് എണ്ണ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തായിരുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിക്കുക. ഇതിൽ കുരുമുളക് പൊടി, നമുക്ക് എരി കണക്കാക്കി കുരുമുളക് പൊടി ഇടാം. ഞാൻ ഇവിടെ കുറച്ച് തട്ടിയായിരുന്നു, എനിക്കിതിരി എരി കണക്കാക്കി കുരുമുളക് പൊടി തട്ടി കൊടുത്ത് നന്നായിട്ടൊന്ന് വശക്കി എടുക്കണം. മുക്കാഭാഗം നമ്മളെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. സംഭവത്തിൻ്റെ കളർ ഇപ്പോൾ മാറി വരുമ്പോൾ വരട്ടും തോറും സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കണം. പുതിനയില ഇട്ട് ആ ഒരു ഫ്ലേവർ കൂടെ കിട്ടും. ലാസ്റ്റ് സമയത്ത് ഇടാവും പുതിനയില. നമ്മുടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് കിണ്ടി എടുക്കണം.
സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചൂടപ്പത്തിൻ്റെ ഇടയൊക്കെ തിന്നാൻ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. സംഭവം ഇവിടെ റെഡി വന്നിട്ടുണ്ട്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ആദ്യമേ ഉള്ളി അങ്ങനെ ആദ്യമേ ഇറച്ചിക്ക് വർക്കമായിട്ട് വരട്ടി കളയുള്ളൂ. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം. എങ്കിലേ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സാധാ ഇറച്ചി പോലെയല്ല, ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. സംഭവം സെറ്റാണ്. എരി നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ ഈ കുരുമുളക് പൊടിയാണ് ഇതിൽ മെയിനായിട്ട് ഇടുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയിൽ എരി കുറച്ചിടണം. കുരുമുളകാണ് മെയിനായിട്ട് നിൽക്കുക.